Hi children, നവോദയ ട്യൂഷൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ ഡൂബ ജെയിംസ്. ബ്ലാക്ക് ബോർഡ് നവോദയ ട്യൂഷൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ ഡൂബ ജെയിംസ്. ഇന്ന് ആദ്യത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് നവോദയ എൻട്രൻസ് എക്സാമിനെ കുറിച്ചൊരു വിവരണമാണ് നൽകുന്നത്. നവോദയ എൻട്രൻസ് എക്സാമിന് 3 തരത്തിലുള്ള 3 ടൈപ്സ് ക്വസ്റ്റ്യൻസാണ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്നത്. 3 ടൈപ്സ് ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഫസ്റ്റ് ടൈപ്പ് ഈസ് മെൻ്റൽ എബിലിറ്റി. ഈ മെൻ്റൽ എബിലിറ്റി ടെസ്റ്റിൽ 10 ടൈപ്സ് ക്വസ്റ്റ്യൻസാണ് മെൻ്റൽ എബിലിറ്റി ടെസ്റ്റിൽ വരുന്നത്. 10 ടൈപ്സ്. ഓരോ ടൈപ്പിലും 4 ക്വസ്റ്റ്യൻസ് വീതം ഉണ്ടാവും. അത് ഫസ്റ്റ് വൺ ഓഡ് മെയിൻ ഔട്ട്, കൂട്ടത്തിൽ പെടാത്തതിനെ മാറ്റി നിർത്തുക. ഇനി സെക്കൻഡ് വണ്ണ് സിമിലർ ടൈപ്പ്. ഈ ഓഡ് മെയിൻ ഔട്ടിൽ 4 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. സെക്കൻഡ് ടൈപ്പ് സിമിലാരിറ്റിയാണ്. അതായത് ഒരു ക്വസ്റ്റ്യൻ ഫിഗർ തന്നിരിക്കും. ആ ക്വസ്റ്റ്യൻ ഫിഗറിനോട് സിമിലർ ആയിട്ടുള്ളതിനെ തിരഞ്ഞെടുക്കണം. പേപ്പർ കട്ടിങ്, പേപ്പർ ഫോൾഡിങ്, മിറർ ഇമേജ്, അങ്ങനെ 10 ടൈപ്സ് ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. 40 ക്വസ്റ്റ്യൻസ് ടോട്ടൽ കാണും. ഈ 40 ക്വസ്റ്റ്യൻസിന് 50 മാർക്സ് ആണ് ഉള്ളത്. അതായത് ഹാഫ് മാർക്ക് ഔട്ട് ഓഫ് 100, ഹാഫ് മാർക്ക് ഈസ് 50% മാർക്ക് ഈസ് ഫോർ മെൻ്റൽ എബിലിറ്റി ടെസ്റ്റ്. Each question carry 1.25 marks. This way the mark is given. Then the second type of question is arithmetic. Arithmetic question text include arithmetic text. Arithmetic text include mathematics. It is in my arithmetic test questions from whole numbers, then decimal, then fractions. From all topics, basic maths, from all topics questions are expected. Then the third part is language text. Language text for Malayalam medium students, Malayalam passage, and for English medium students, English passage. English separate questions are given for Malayalam and English medium students. സോ മലയാളം മീഡിയം സ്റ്റുഡൻസ് മലയാളത്തിലായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്. ഇംഗ്ലീഷ് മീഡിയം സ്റ്റുഡൻസിന് ഇംഗ്ലീഷിലായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്. ഇത് ഒരു പാസേജ് തന്നിട്ട് ആ പാസേജിന് 5 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഓരോ പാസേജിനെ ബേസ് ചെയ്ത് 5 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഓരോ ക്വസ്റ്റ്യനും 4 ഓപ്ഷൻസ് വീതം. അതിലെ കറക്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്ത് ആൻസർ സെലക്ട് ചെയ്യണം. കറക്റ്റ് ഓപ്ഷൻ്റെ ആൻസർ സെലക്ട് ചെയ്യണം. ഇത് അങ്ങനെ 20 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഈ 20 ക്വസ്റ്റ്യൻസിന് 25 മാർക്സ്. മാത്തമാറ്റിക്സും ടോട്ടൽ 20 ക്വസ്റ്റ്യൻസ് ആണ്. 20 ക്വസ്റ്റ്യൻസിന് 25 മാർക്സ് ആണ്. അങ്ങനെ ടോട്ടൽ 100ലായിരിക്കും നവോദയയ്ക്ക് മാർക്ക് കിട്ടുന്നത്. ഇനി ആൻസർ ഷീറ്റ് ഒരു ക്വസ്റ്റ്യൻ ബുക്കിലെറ്റ് ആയിരിക്കും കിട്ടുന്നത്. ആ ക്വസ്റ്റ്യൻ ബുക്കിലെറ്റിൽ വെച്ചാണ് ആൻസർ ചെയ്യേണ്ടത്. ഇനി ഒരു ആൻസർ ഷീറ്റ്, സിംഗിൾ ആൻസർ ഷീറ്റ് കിട്ടിയിരിക്കും. ആ ആൻസർ ഷീറ്റിൽ ചെറിയ സർക്കിൾസാണ്, OMR ഷീറ്റാണ്. ആ സർക്കിൾ ബ്ലാക്ക് ആൻഡ് ചെയ്യണം. അങ്ങനെയാണ്. അതിന് ബോൾ പെയിൻറ്റ് പെന്ന് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇങ്ങനെ 2 hours 2 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു എക്സാമാണ് നവോദയ എൻട്രൻസിൽ ഉള്ളത്. ഈ എക്സാമിൽ സെലക്ട് ആകുന്ന കുട്ടികൾക്കാണ് നവോദയ സ്കൂളിലേക്ക് അഡ്മിഷൻ കിട്ടുന്നത്. അങ്ങനെയുള്ള കുട്ടികളെ ട്രെയിൻ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ട്യൂഷൻ ക്ലാസ്സുകളാണ് ബ്ലാക്ക് ബോർഡ് ട്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഏകദേശം 20 വർഷത്തോളമായി ഞങ്ങൾ നവോദയ ട്യൂഷൻ രംഗത്ത് പ്രവർത്തിക്കുന്നു. നിരവധി കുട്ടികൾക്ക് വിവിധ ജില്ലകളിൽ നവോദയ ക്ലാസ്സിലേക്ക് അഡ്മിഷൻ നേടിക്കൊടുക്കാൻ ഈ ട്യൂഷൻ വഴി സാധിച്ചിട്ടുണ്ട്.
ഓരോ ടോപ്പിക്സിനെ ബേസ് ചെയ്തായിരിക്കും ഓരോ ക്ലാസ്സും. അപ്പോൾ ആദ്യം മുതലുള്ള ക്ലാസ് നന്നായി ശ്രദ്ധിച്ച് ഓരോ പ്രാവശ്യവും ഇടുന്ന ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് പരിശീലിക്കുക. അങ്ങനെ പരിശീലിച്ച് കഴിഞ്ഞാൽ 2026 ജനുവരിയിൽ ആയിരിക്കും ഇതിൻ്റെ എൻട്രൻസ് പരീക്ഷ വരുന്നത്. 2026 ജനുവരിയിൽ എൻട്രൻസ് പരീക്ഷയിൽ അപ്ലൈ ചെയ്യാനായിട്ട്, പരീക്ഷ എഴുതാനായിട്ട് പറ്റി ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതോടുകൂടി അങ്ങനെയുള്ള പരിശീലനം കുട്ടിക്ക് ലഭിക്കും. 4-ാം ക്ലാസ്സിൽ പഠിക്കുന്ന 5-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ 5-ൽ പഠിക്കുന്ന സമയത്താണ് നവോദയ സ്കൂളിലേക്ക് അഡ്മിഷന് വേണ്ടി അപേക്ഷ കൊടുക്കേണ്ടത്. 5-ാം ക്ലാസ്സിൽ 5-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് പൂജാവധിയുടെ സമയത്താണ് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ട ഡേറ്റ്. ആ സമയമാകുമ്പോൾ ആപ്ലിക്കേഷൻ കൊടുക്കുക. അതിനുശേഷം വരുന്ന 2026 ജനുവരിയിലായിരിക്കും അവരുടെ എക്സാം സാധാരണയായിട്ട് നടക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഉള്ള കോച്ചിങ് ക്ലാസ്സാണ് ഇവിടെ നൽകുന്നത്.